السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. صدق الله العظيم. ആധുനിക യുഗത്തിലെ പണ്ഡിത ദൗത്യം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിന് ആധുനികം പൗരാണികം എന്ന രണ്ട് വേർഷനുകൾ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത അധരങ്ങളിൽ നിന്നും ഉതിർന്നു വീണ തിരുസുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ആശയഖനികളും. ആയതിനാൽ തന്നെ പൗരാണികമോ ആധുനികമോ അത്യന്താധുനികമോ ആയ ഏതു കാര്യത്തിലും ഇവ രണ്ടിനെയും ആശ്രയിച്ചു മാത്രമാണ് എക്കാലത്തെയും പണ്ഡിതരും പ്രബോധകരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതെന്ന് ആദ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ഡിതരുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമായത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നന്നായി ഗ്രഹിക്കുകയും അവയുടെ സന്ദേശങ്ങളെയും താല്പര്യങ്ങളെയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. എങ്കിൽ മാത്രമേ പുതുതായി ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ പരിഹാരങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി ഇസ്ലാമിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുള്ള മാതൃകാപരമായ ജീവിതം നയിക്കുക എന്നതാണ്. കാരണം ഇസ്ലാം കേവലം മതവ്യായാമങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല പണ്ഡിതർക്ക് നൽകിയ കൽപ്പനകളിൽ പ്രധാനമായത്. മൂന്നാമതായി കാലങ്ങളും സാഹചര്യങ്ങളും എത്രമേൽ മാറിമറിയുകയും ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ പോലും വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയാദർശത്തെ മാറ്റം വരുത്താതെയും അവയിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും ലോകത്തോട് സത്യം വിളിച്ചു പറയുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഒന്നല്ല ഇസ്ലാം. മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാതെ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ് ഇസ്ലാം. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതാത് കാലഘട്ടത്തിലെ പണ്ഡിതരിൽ അർപ്പിതവുമാണ്. أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون എന്ന ഖുർആനിക സൂക്തത്തിൻ്റെ യഥാർത്ഥ സൂചന ഇതിലേക്കാണ്. നാലാമതായി ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ വെല്ലുവിളികൾ ഉണ്ടാകും. അതാത് വെല്ലുവിളികളെ മനസ്സിലാക്കുകയും അവയെ അറിവ് കൊണ്ടും വിശ്വാസം കൊണ്ടും യുക്തി കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും നേരിടുകയും വിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്തുവാൻ എന്തെല്ലാം ആവശ്യമായ കഴിവുകൾ ആർജിക്കേണ്ടതുണ്ടോ അവയെല്ലാം ആർജിക്കുകയും ആധുനിക വൈജ്ഞാനിക മേഖലകളെക്കുറിച്ച് അവബോധം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് സമകാലിക സാഹചര്യത്തിലെ പുതിയ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഉണർത്തുന്നു. അഞ്ചാമതായി ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ച കൊണ്ടും ലോകത്ത് സംഭവിച്ച സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായും നാഗരികയുടെ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ മനുഷ്യൻ മതത്തെ നിരാകരിക്കുകയും മനുഷ്യന് നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാൻ ശാസ്ത്രീയ നാഗരിക വളർച്ച മാത്രം മതിയെന്നും മതങ്ങൾ പ്രാചീന കാലത്തിൻ്റെ ബാക്കി പത്രങ്ങളാണെന്നും ആധുനിക പുരോഗമന സമൂഹത്തിന് മതനിയമങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്നും വാദിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമായി ഇസ്ലാമിനെ കണക്കാക്കുമ്പോൾ തന്നെ തൊട്ടു പിന്നാലെയായി എത്തിസം എന്ന പേരിൽ അറിയപ്പെടുന്ന യുക്തിവാദം വളരെ വേഗത്തിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക തൽപരതയും അമിത സ്വാതന്ത്ര്യവാദവും ജീവിതത്തിലെ ആസ്വാദനം ലക്ഷ്യം വെക്കുന്ന നവതലമുറ ഇത്തരം ചിന്താഗതികളുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഫിത്നയായ ഈ ഇർത്തിദാദിനെ നേരിടുക എന്നത് ആധുനിക പണ്ഡിതരുടെ ഇതം പ്രഥമമായ ഉത്തരവാദിത്തമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇദാ ലഹറത്തിൽ ബിദ്അതു വസകതൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ് എന്ന പ്രവാചക വചനം വളരെയേറെ ഗൗരവമുള്ളതാണ്.
ലോകത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കുന്ന ജീവസുറ്റ അറിവിന്റെ ഉടമകളായി ലോകത്ത് വഴി വെളിച്ചം കാണിക്കാൻ പണ്ഡിതർക്ക് സാധിക്കണമെങ്കിൽ ഈ പ്രവാചക വചനത്തെ ഉൾക്കൊണ്ട് മാർഗദർശനം നടത്തിയാലേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഉണർത്തുകയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന അർത്ഥഗർഭമായ തിരുവചനം ഉമ്മത്തിന് ഇസ്ലാമിന്റെ മത പകർന്നു നൽകുകയും സ്വർഗത്തിന്റെ പാതയിലൂടെ നയിക്കുകയും ചെയ്യുക എന്നത് പണ്ഡിതരുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഉണർത്തുന്നു. ഉണർന്നു പ്രവർത്തിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.